ഹായ് മൈ ഫ്രണ്ട്സ്, ദിസ് ഈസ് അമീർ ഷാ. ഇന്ന് നമ്മൾ ഒരു പുതിയ NFA കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി 500 ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ് ഫണ്ട് എന്താണ് എന്നും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമുക്ക് റിക്വസ്റ്റ് വന്നത്. സോ ഉള്ള സമയം കൊണ്ട് നമുക്ക് കഴിയുന്നത്ര നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ടാണ് ഈ ഫണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്? ഈ ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പ്രൊമോട്ടഡ് ബൈ നിപ്പോൺ ഇന്ത്യ. AMCയുടെ പേരാണ് നിപ്പോൺ ഇന്ത്യ എന്ന് പറയുന്നത്. നിഫ്റ്റി 500 ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മ്യൂച്വൽ ഫണ്ട് വിൽ ഇൻവെസ്റ്റ് ഇൻ നിഫ്റ്റി 500 കമ്പനീസ്. നിഫ്റ്റി 500 കമ്പനീസ് എന്ന് പറഞ്ഞാൽ അതിൽ ലാർജ് ക്യാപ് കമ്പനികൾ ഉണ്ടാവാം, അതുപോലെ മിഡ് ക്യാപ് കമ്പനികൾ ഉണ്ടാവാം, അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനികളും വരും. ഈ 3 കാറ്റഗറി സ്റ്റോക്കുകൾ ചേർന്ന ഒരു വലിയ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 500 എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ടോപ്പ് കമ്പനികൾ എടുത്താലും വളർന്നു വരുന്ന സ്മോൾ ക്യാപ് കമ്പനികൾ എടുത്താലും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് 500 കമ്പനീസ് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ നിഫ്റ്റി 500 എന്ന് പറയുന്നത്. എല്ലാ ക്വാർട്ടറിലും ഈ കമ്പനികളുടെ ലിസ്റ്റ് പുനഃപരിശോധിക്കുകയും പലപ്പോഴും പല കമ്പനികളെ അതിൽ നിന്നും റിമൂവ് ചെയ്ത് പുതിയ കമ്പനികളെ റീഇൻസ്റ്റേറ്റ് ചെയ്യും. അതിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. ഇനി ഇതിലേക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തുമ്പോൾ ഒരു ഫണ്ട് മാനേജർ ഈ ഫണ്ടിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഒരു നിക്ഷേപകന് വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു 20, 30, 50 ആണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 100 കമ്പനീസ് ഓഫ് ലാർജ് ക്യാപ്, 150 കമ്പനീസ് ഓഫ് മിഡ് ക്യാപ് ആൻഡ് 250 കമ്പനീസ് ഓഫ് സ്മോൾ ക്യാപ്, ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രൂപ്പിംഗ് വരുന്നത്. സോ ഇത് വെറും ഒരു സ്മോൾ ക്യാപ് കമ്പനികളുടെ ഗ്രൂപ്പല്ല, വെറും ഒരു മിഡ് ക്യാപ് കമ്പനികളുടെ ഗ്രൂപ്പല്ല, അതുപോലെ വെറും ഒരു ലാർജ് ക്യാപ് കമ്പനികളുടെയും ഗ്രൂപ്പല്ല, മറിച്ച് ഈ 3 ടൈപ്പ് കമ്പനികളും ചേർന്ന് ബൈ നമ്പർ ഓഫ് കമ്പനീസ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത് മിഡ് ക്യാപ്പിൻ്റെയും ലാർജ് ക്യാപ്പിൻ്റെയും ഇരട്ടി വരും. 50% സ്മോൾ ക്യാപ് കമ്പനീസ് വരുമ്പോൾ ഓൺലി 20% ആണ് 30% ആണ് മിഡ് ക്യാപ് കമ്പനികൾ വരുന്നത്. 150 കമ്പനികൾ, 100 കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്നും വരുന്നുണ്ട്. ഇതിൽ ഈ 500 കമ്പനികളിലും ഈ ഫണ്ട് നിക്ഷേപിക്കുമെന്ന് പറയുമ്പോൾ എല്ലാ കമ്പനികളിലും അവർ പ്രസൻസ് ഉണ്ടാവും. ദേ വിൽ ടേക്ക് ദ പൊസിഷൻ. പലപ്പോഴും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡിസിഷനാണ് ഈ 500 കമ്പനികളിലും പോയി നമ്മൾ സ്റ്റേക്ക് എടുക്കുക എന്നുള്ളത്. കാരണം BSE 500 ഓർ നിഫ്റ്റി 500 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പല ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ പകുതിയിലേറെ കമ്പനികൾ നമുക്ക് സെലക്ഷന് പറ്റാത്ത രൂപത്തിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് മാറി മറിഞ്ഞ് കിടക്കുന്നുണ്ടാവും. പല റീസൺ കൊണ്ട് പല കാലങ്ങളിലും അതിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ കിടക്കുമ്പോൾ വി വിൽ സേ ഗുഡ് ബൈ ടു ദാറ്റ് കമ്പനീസ്. പക്ഷേ ഇവിടെ അവർ പറയുന്നത് ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ദോസ് കമ്പനീസ്. പക്ഷേ അതിന് പറയുന്നൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 0.2% ഓഫ് ദ ഫണ്ട് ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ എവറി കമ്പനീസ് ഓഫ് നിഫ്റ്റി 500. സോ 0.2% എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ ഈ കമ്പനിയിൽ, ഈ മ്യൂച്വൽ ഫണ്ടിൽ, നിഫ്റ്റി 500 ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. സോ ഹൗ ദ മെക്കാനിസം വിൽ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.2% വിച്ച് ഈസ് എഗെയിൻസ്റ്റ് ദ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ BSE 500. പറയാതെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്
BSE നിഫ്റ്റി 500 കമ്പനീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വോളിയം എഗെയിൻസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ ഗോ ഈക്വലി ടു എവറി കമ്പനീസ്. 5 ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ ദേ ആർ നോട്ട് ഗോയിങ് ടു ഇൻവെസ്റ്റ് 1 ലക്ഷം വെച്ചിട്ട് ഓരോ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നല്ല. ദാറ്റ് വിൽ ബി ഫൂളിഷ്നെസ്. അപ്പോൾ അങ്ങനെയല്ല അതിൻ്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ദേ വിൽ ഇൻവെസ്റ്റ് 20%, 30% and 50%. This is the ratio with 0.2%. Means higher the market capitalization will have the highest volume of investment. എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 100 കമ്പനീസ്, ഫസ്റ്റ് ലാർജ് ക്യാപ് കമ്പനികളായ 100 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ 3.5 ലക്ഷം രൂപ സ്ട്രൈറ്റ് അവേ നമ്മുടെ ഫസ്റ്റ് 100 കമ്പനികളിൽ പോകും. അതാണ് 20% എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. നെക്സ്റ്റ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 30% ആണ്. സോ 5 ലക്ഷത്തിൻ്റെ 30% എന്ന് പറയുന്നത് ഈസ് ഓൺലി 1 lakh rupees. സോ 150 കമ്പനികൾ അടങ്ങുന്ന മിഡ് ക്യാപ്പിലേക്ക് 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ 3.5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ 100 കമ്പനികളിൽ. പിന്നീട് 1 ലക്ഷം കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 250 ഓൾറെഡി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 450 നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ റിമൈനിങ് ബാലൻസ് എന്ന് പറയുന്നത് ഓൺലി 50,000 റുപ്പീസാണ്. ഈ 50,000 റുപ്പീസാണ് പിന്നെ നമ്മൾ അടുത്ത 250 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി വെരി മിനിമം എമൗണ്ട്. മീൻസ് ഈ 3.5 ലക്ഷവും 1 ലക്ഷവും ചേർത്ത് 4 ലക്ഷം രൂപ ഫസ്റ്റ് 100 and 150 കമ്പനീസ്, അതായത് ഫസ്റ്റ് 250 കമ്പനീസിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ പിന്നെ നമുക്ക് കയ്യിൽ ഒന്നും ബാക്കിയില്ല. ജസ്റ്റ് 50,000 റുപ്പീസ് മാത്രമാണ്. അതായത് 10% ഓഫ് ദി എൻറ്റയർ ക്യാപിറ്റൽ വി ഹാവ്. ഈ 10% മാത്രമാണ് നമ്മൾ സ്മോൾ ക്യാപ് കമ്പനികളിൽ ഇവിടെ നിക്ഷേപം നടത്തുന്നത്. ഇവിടെ നമുക്ക് നിഫ്റ്റി 500 ഈക്വൽ വെയ്റ്റ് ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വലിയ പേടി തോന്നും. കാരണം വി ആർ അഫ്രൈഡ് ഓഫ് സ്മോൾ ക്യാപ് കമ്പനീസ് ആൻഡ് മിഡ് ക്യാപ് കമ്പനീസ്. പക്ഷേ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ മെക്കാനിസം എന്ന് പറയുന്നത് ദ ജങ്ക് ഓഫ് എമൗണ്ട് 70% എമൗണ്ട് വരുന്നത് ഫസ്റ്റ് 100 കമ്പനീസ് വിച്ച് ഈസ് ബിലോങ്സ് ടു ലാർജ് ക്യാപ് കമ്പനീസ് ആൻഡ് 30% goes to 150 companies which is belongs to mid cap companies, and only 50,000 goes to small cap companies which is around 250 companies. So എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ only 250 companies we are representing for the investment. So 500 കമ്പനികളിൽ നിന്ന് 250 കമ്പനികളെ നിങ്ങളത് ഒഴിവാക്കിയതിന് തുല്യമാണ്. കാരണം നിങ്ങൾ നിക്ഷേപം നടത്തുന്നത് വെറും 50,000 രൂപ മാത്രമാണ്. 4 ലക്ഷം രൂപയും നമ്മൾ നിക്ഷേപം നടത്തുന്നത് ഫസ്റ്റ് വരുന്ന 250 കമ്പനികളിലാണ്. ദിസ് ഈസ് ദ മെക്കാനിസം ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക്. ഇനി നിപ്പോൺ ഇന്ത്യ എന്ന AMC കുറിച്ച് കുറച്ച് സംസാരിക്കാം. നിപ്പോൺ ഇന്ത്യ മുന്നോട്ട് വെച്ച നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്, നിപ്പോൺ ഇന്ത്യ കൺസംഷൻ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ അസറ്റ് അലോക്കേറ്റർ ഫണ്ട് ഓഫ് ഫണ്ട്, ഇതൊക്കെയാണ് ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ. പിന്നെ മറ്റൊരു ഫണ്ടുള്ളത് നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി നെക്സ്റ്റ് 50 ജൂനിയർ ബീസ് ഫണ്ട് ഓഫ് ഫണ്ട് എന്നുണ്ട്. ഈ ഫണ്ടുകളെല്ലാം തന്നെ വളരെ ഹൈ റിട്ടേൺ നൽകിയിട്ടുണ്ട് കമ്പയർഡ് ടു ഡെപ്റ്റ് ഫണ്ടുകളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. സോ ഡെപ്റ്റ് ഫണ്ടുകൾ അവർ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ 5-6 ഇരട്ടിയാണ് ഇത്തരം ഇക്വിറ്റി ലിങ്ക്ഡ് ഫണ്ടുകളിൽ നിപ്പോൺ ഇന്ത്യ സോഫാർ നൽകിയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇതിന് ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഒരു മ്യൂച്വൽ ഫണ്ടായി നമ്മൾ പരിഗണിക്കുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുണ്ട്, ഇപ്പോൾ ഞാൻ റിമൈൻഡ് ചെയ്യാണ്, ഇതൊരു മ്യൂച്വൽ ഫണ്ട് റെക്കമെൻഡേഷൻ അല്ല. ഐ ആം നോട്ട് അസോസിയേറ്റഡ് വിത്ത് any of these companies. I am just taking the reviews and based on my research.
സോ ഈ ഫണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഫണ്ടിൻ്റെ 50% നമുക്ക് നിക്ഷേപം പോകുന്നത് ഫിനാൻഷ്യൽ സർവീസസ് കമ്പനികളിലും അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനികളിലും ഹെൽത്ത് കെയർ, കെമിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ, ഈ 5 സെക്ടറിലാണ് 50% നമ്മൾ നിക്ഷേപം നടത്തുന്നത്. വളരെ പ്രോമിസിങ് സെക്ടേഴ്സാണ് ഫിനാൻഷ്യൽ, ക്യാപിറ്റൽ ഗുഡ്സ്, ഹെൽത്ത് കെയർ, കെമിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ. സോ നമ്മുടെ ഒരു വ്യൂവർ ചോദിച്ച പ്രകാരം അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ എളുപ്പത്തിൽ ഞാൻ എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ് ഇത് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫണ്ട് മാനേജറെ കുറിച്ച് നോക്കുമ്പോൾ he is actually Mr. Himanshu is basically from Tata AIA Life Insurance Company, and he is responsible for most of the funds, especially related with equity linked mutual funds of Nippon India. സോ ഈ ഫണ്ടിൽ നിങ്ങൾ ആരെങ്കിലും നിക്ഷേപിക്കുകയാണെങ്കിൽ ആധികാരികമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ദോസ് ഇൻവെസ്റ്റേഴ്സ്. യു ക്യാൻ ജനറേറ്റ് വെരി ഹൈ ഗുഡ് റിട്ടേൺ, ആൻഡ് ഇഫ് യു ഗോ ഫോർ ലോങ്ങർ ആൻഡ് ഹയർ ദ പീരിയഡ്, it will guarantee you minimum 15% every year, not below that. മറ്റുള്ള ഫണ്ടുകളെ പോലെ താഴോട്ട് വരികയാണെങ്കിൽ പോലും അത് 15% താഴോട്ട് ഒരിക്കലും വരില്ല. യു വിൽ ഗെറ്റ് മോർ ദാൻ ദാറ്റ് ലോങ്ങർ ദ പീരിയഡ്. 1 year റിട്ടേൺ, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 40 to 60% ആണ്. ഈ ഫണ്ടിൽ നിന്നും അക്കോർഡിംഗ് ടു അവർ റിസർച്ച് വി ആർ എക്സ്പെക്ടിങ് റിട്ടേൺ ഫ്രം നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി 500 equal funds for the investors. So my dear investors, നമ്മൾ മറ്റ് ഏതൊരു നിക്ഷേപത്തിൽ നടത്തുന്നത് പോലെയല്ല, ഇറ്റ്സ് എ ഗുഡ് ഹൊറൈസൺ ടു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്. നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്തുകയാണെങ്കിലും സ്റ്റോക്കിൽ നിക്ഷേപം നടത്തുകയാണെങ്കിലും മറ്റ് ഏതൊരു ബിസിനസ്സിൽ നിങ്ങൾ നിക്ഷേപം നടത്തുമ്പോഴും നിങ്ങൾ അതിൻ്റെ കൂടെ 24/7 നിങ്ങൾ കൂടെ നിൽക്കുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്യണം. അതേ അവസരത്തിൽ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ഫണ്ട് മാനേജേഴ്സ് എല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, highly experienced ആണ്, and they are belongs to very big companies previously in India. So I am confident that Mrs. Himanshu, since he is coming from Tata Group, he is having vast and good experience to handle this business, and we don't recommend, but it is an inspiration from us to consider these kind of good funds. നമ്മൾ എല്ലാ ഫണ്ടുകളും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. സ്പെഷ്യലി ഡെപ്റ്റ് ഫണ്ടുകളൊന്നും നമ്മൾ അധികം റെക്കമെൻഡ് ചെയ്യാറില്ല. ആരെങ്കിലും ചോദിച്ചാൽ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ വരുമ്പോൾ നമ്മളെ റിസർച്ച് പ്രകാരം ഇഫ് ഐ ഫീൽ ഇറ്റ് ഈസ് ഗുഡ്, ദെൻ ഐ വിൽ കൺസിഡർ ഫോർ മൈ സെൽഫ് ആൻഡ് ഐ വിൽ ഗിവ് ദ റിവ്യൂ ഫോർ മൈ ഫ്രണ്ട്സ് ആസ് വെൽ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് Nippon India Nifty 500 Equal Weight Fund. Stay blessed, stay invested, and be part of growth story of India and Indian companies. I will come again with another interesting video. If you have any doubt related with mutual funds or any stocks, please feel free to write in the same YouTube channel. I will look into that details, and I will try to do my level best, addressing you all the good elements and bad elements about the stocks and mutual funds. Thank you very much, my friends. Thank you.